ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഷമീറിന്റെ PC ഡെലിവറി ഡേറ്റ് ആണ് ഇന്ന്. അപ്പോൾ PC നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാം കാറിന്റെ ബാക്കിൽ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷമീർ അറൗണ്ട് ഒരു 11-12 മണിയാകും ഇന്ന് എറണാകുളത്ത് എത്താൻ എന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ ഇനി അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മൾ എറണാകുളം നമ്മുടെ ഗീക്ക് ബോസ് കൊച്ചിനിൽ എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ചധികം യാത്ര ഉണ്ടായിരുന്നു. പിറകെ ഫോക്കസ് മൈ വിക്ക വരുന്നുണ്ട്, ചെറുതായിട്ടൊരു വ്ലോഗ്. അപ്പോൾ നമ്മുടെ ഈ ഒരു VC ലോഞ്ച് കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ട്. എല്ലാവരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ചധികം ട്രാവൽ നല്ല രീതിയിലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഓഫീസ് ബാക്കിൽ കാണാൻ നിങ്ങൾക്ക് നമ്മളന്ന് ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ലൊക്കേഷനൊക്കെ ലേ മെറിഡിയൻ്റെ തൊട്ടടുത്ത് ഇവിടെ റോഡ് സൈഡ് തന്നെയാണ് ഗീക്ക് ബോസ് കൊച്ചിൻ വരുന്നത്. അതേപോലെ തന്നെ ബ്രോക്കള്ളന് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ലോഗ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളൊന്ന് കാണുക. കാരണം ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മുടെ പിള്ളേർ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ നമ്മുടെ ക്യാബിൻ ഓഫീസിലോട്ട് പോകാം. നമ്മൾ നേരെ നമ്മളെ ഓഫീസിലോട്ട് കയറുകയാണ്. അവിടെ PC ലോഞ്ചിന് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ശിവ സെബ്രോണിക്സിൻ്റെ ആൾക്കാരെല്ലാം അവിടെ ഉണ്ട്. ലോഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ ഒരു അവസരം നമുക്ക് കഴിഞ്ഞ നമ്മുടെ FKSയുടെ മീറ്റപ്പിന് കിട്ടിയതാണ്. അപ്പം നമ്മൾ ആ മീറ്റപ്പിൽ വെച്ചൊരു കാര്യം അനൗൺസ് ചെയ്തായിരുന്നു. അവിടെ ഷമീർ എന്ന് പറയുന്ന ഒരു പയ്യന്, ഒരു ഗെയിമറാണ്. അപ്പോൾ പുള്ളിക്കാരന് ഒരു PC നമ്മൾ അന്ന് കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ പ്രോമിസ് നമ്മൾ നിറവേറ്റുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ ഇന്നത്തെയായിരുന്നു 16-ാം തീയതി, ഇന്ന് ജാനുവരി 2024 സെബ്രോണിക്സിന്റെ സപ്പോർട്ടോടുകൂടിയും FKYCയുടെ ഇക്കയുടെയും എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി നമ്മൾ അങ്ങനെ ഷമീറിനെ വിളിക്കുകയാണ്. അപ്പോൾ ഷമീർ ഇത്രയും ദൂരം യാത്രയൊക്കെ ചെയ്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ഷമീറിന്റെ PC അങ്ങനെ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ഷമീറിന് ഒരു പുതിയൊരു തുടക്കമാകട്ടെ. ഒരു മൊബൈൽ ഗെയിമറിൽ 4000 ഫോളോവേഴ്സ് ഇന്നല്ലേ, 4000 സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബിലുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതിൽ 1 ലക്ഷം സബ്സ്ക്രൈബറായിട്ട് അടുത്ത മീറ്റപ്പിന് കാണുമെന്ന് ഷമീറിൻ്റെതായ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു. അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു PC ഇന്ന് ഇത്രയും വേണ്ട സമീപത്തിൽ നമ്മൾ കൈമാറുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഷമീറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ജസ്റ്റ് ഒരു ഇവന്റിന് വന്നിട്ട് നമ്മുടെ ഷമീർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു കണ്ടസ്റ്റ് നമ്മൾ നടത്തിയായിരുന്നു. ആ കണ്ടസ്റ്റില് ഷമീർ വന്ന് മറ്റേ ഡാൻസ് ചെയ്തിട്ട് ചലഞ്ച് ചെയ്തു. അപ്പൊ ഒരു മൗസ് പാഡ് ആയിരുന്നു അല്ലെ, മൗസ് പാഡ് കിട്ടി. അപ്പൊ ചേട്ടാ, ഈ മൗസ് പാഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും എന്ന് റോഷ്മിയോട് പറഞ്ഞു. എടാ, ഇന്നല്ലെങ്കിൽ നാളെ എനിക്കൊരു PC കിട്ടുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് ഷമീറിന്റെ അടുത്ത് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇക്ക സ്റ്റേജിൽ ഷമീറിനെ വിളിക്കുന്ന സീനാണ് ഞാൻ കാണുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് രാജ്കുമാർ സാർ വന്നിട്ട് ഷമീറിന് ഒരു മോണിറ്ററാണ് കൊടുത്തത്. അപ്പൊ മോണിറ്റർ കിട്ടിയതിനു ശേഷം ഷമീർ എന്റെ അടുത്ത് ചോദിച്ചു, ചേട്ടാ മോണിറ്റർ ഉണ്ട്, PC ഇല്ലാതെ ഞാൻ മോണിറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും എന്ന്. മോണിറ്റർ ഒരു മൗസ് പാഡും വെച്ചിട്ട് ആശ നിൽക്കുകയാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചപ്പം ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ, അങ്ങനെ ഇരുന്ന് കുറച്ച് ചിന്തിച്ചപ്പോ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ബാക്കിലുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു PC ആയിട്ട് അങ്ങ് കൊടുക്കാന്ന് പറഞ്ഞത്. അങ്ങനെ ഈ ഒരു PC നമുക്ക് കൊടുക്കാൻ പറ്റിയത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതിന് ഇക്ക ഒരു വലിയൊരു കാരണമാണ്. കാരണം ഇക്ക സ്റ്റേജിൽ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനത് ശ്രദ്ധിക്കില്ലായിരുന്നു, രാജ്കുമാർ സാറും ശ്രദ്ധിക്കില്ലായിരുന്നു. അതുകൊണ്ട് ബിഗ് താങ്ക്സ് ടു ഇക്ക. അതെ, ഇക്ക ഒന്ന് വിളിച്ചില്ലായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത് അവന്റെ എഫേർട്ടാണ്. അവിടെ ഞാൻ തിരക്കിലിരിക്കും ഫുഡിന്റെ ടൈമിൽ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ വന്നിട്ട് ശരിക്കും പറഞ്ഞാല് ഞാൻ ഒരാളോട് സംസാരിച്ചെങ്കിലും കൈ വിടും. ഇവൻ വരുമ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് ഷെക്കൻഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ അവരെ ചേർത്ത് വിളിച്ചു. എന്നിട്ട് നമ്മൾ എനിക്ക് അടുത്ത വർഷം ഞാനും മെമ്പറായിട്ട് അവിടെ ഉണ്ടാവും. ഇപ്പൊ എത്ര സബ്സ്ക്രൈബ് ഉണ്ടാവും 4000. എനിക്ക് ആ വേദിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നൊന്നുമില്ല, അങ്ങ് പറഞ്ഞു. മോണിറ്ററായി, അവിടെ നിന്ന് PC ആയി, അത് നിമിത്തമാണ്. അവന്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. അവന് വേണ്ടിയിട്ട് അതൊരു നിയോഗം തന്നെയായിരുന്നു. അതിന് FKYC എന്ന് പറയുന്ന മീറ്റപ്പിന്റെ വേദി അതിന് സാക്ഷിയായി തന്നെ ഉള്ളൂ. സോ ഇതുപോലുള്ള ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ ഈ മേഖല വളരണമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും, നിങ്ങളെല്ലാവരും സെബ്രോണിക്സ് ആവട്ടെ, ഗീക്ക് ബോക്സ് ആവട്ടെ, FKYC ആവട്ടെ, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് ഇനിയും മുന്നോട്ട് പോട്ടെ. ഇതുപോലെ നല്ല നിമിഷങ്ങൾ നമുക്കിടയിൽ ഉണ്ടാവട്ടെ. അത്രയും. അപ്പോൾ താങ്ക് യു ഗൈസ്. എല്ലാ കാര്യങ്ങൾക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അത്യാവശ്യം ഫീച്ചേഴ്സും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഞാൻ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും പറയുന്നത് എനിക്കിപ്പോൾ ഗെയിം കളിക്കാം, ഈ പറഞ്ഞ വാലൻസ് കളിക്കാം, റിയാക്ഷൻസ് ചെയ്യാം, എന്താ
എർത്തിങ് കുറച്ചായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ലൈറ്റിലാണ്. ഈ LED പിന്നെ കവറും കാര്യങ്ങളും ഇതെല്ലാം ചെറുപ്പം ഗ്ലാസ് ആണ്. വലിയ രീതിയിൽ പ്രഷർ ചെയ്ത് പൊട്ടി കൈ കൊല്ലം കൂടെ പൊട്ടി കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കവർ ഇളക്കി മാറ്റും. ഓക്കെ